ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് പറയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചെയ്യേണ്ട, അത് കുറച്ച് ഓവറായിപ്പോയി എന്ന രീതിയിൽ ചിലരൊക്കെ പറയുന്നുണ്ടാവില്ലേ. സോ അങ്ങനെ പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് എൻ്റെ സ്റ്റോറി ഉള്ളത്. ഹായ് എവ്രിവൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സേയിങ്ങിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സേയിങ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അത് വന്നിട്ട് ജസ്റ്റ് ആ സേയിങ് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാവില്ലല്ലോ. സോ ഞാനൊരു കഥ പോലെ പറഞ്ഞിട്ട് ആ സേയിങ് എന്താണെന്ന കാര്യം അവസാനം പറയുന്നതായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി എന്തിനാ ബേസ് ചെയ്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് പറയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് എന്താ പറയുക, അത്രയും ഭയങ്കരമായിട്ട് ചെയ്യേണ്ട, അത് കുറച്ച് ഓവറായിപ്പോയി എന്ന രീതിയിൽ ചിലരൊക്കെ പറയുന്നുണ്ടാവില്ലേ. സോ അങ്ങനെ പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് എൻ്റെ സ്റ്റോറി ഉള്ളത്. എന്താണെന്ന കാര്യം നമുക്ക് പോകാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഈ സ്റ്റോറിയിൽ ഒരു മെയിൻ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിന് നമുക്ക് മായ എന്ന് പറഞ്ഞ് പേരിടാം. മായ എന്ന് പറയുമ്പോഴത്തേക്കും മായയുടെ ജോലി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഹൗസ് കീപ്പറായിട്ടായിരുന്നു. ലൈറ്റ് ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കടലിൻ്റെയൊക്കെ കരയിലായിരിക്കുമല്ലോ വേണ്ടി. അപ്പോൾ അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് രാത്രി കാലങ്ങളിൽ വരുന്ന കപ്പലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് വേറെ പാറകളിലൊന്നും തട്ടാതെ അതിന് കറക്റ്റായിട്ട് വഴികാട്ടിയായിട്ട് നിൽക്കുക, നേരെ വന്ന് അത് കരയിൽ വരാൻ വേണ്ടിയിട്ട് വഴികാട്ടിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നതാണ് ലൈറ്റ് ഹൗസിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഹൗസിനൊരു കീപ്പറുണ്ട്. ആ കീപ്പറായിട്ടാണ് നമ്മുടെ മായ ജോലി ചെയ്യുന്നത്. ലൈറ്റ് ഹൗസ് കീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കാണുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് അണഞ്ഞു പോവാതെ കാവൽ നിൽക്കുക എന്ന് പറയുന്നതാണ് ഈ ലൈറ്റ് ഹൗസ് കീപ്പറിൻ്റെ ജോലി. മായയുടെ ജോലി വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് നാട്ടുകാർ വന്നിട്ട് മായയുടെ അടുത്ത് പറഞ്ഞു, ഇത് വന്നിട്ട് ഈ ലൈറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്കിങ്ങനെ വഴിയിൽ നടന്നു പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ചിലർ വന്ന് മായയുടെ അടുത്ത് പറഞ്ഞു, ഇത് കണ്ണിലിങ്ങനെ സ്ട്രോങ് ആയിട്ട് അടിക്കുന്ന കാരണം കൊണ്ടിട്ട് കണ്ണിന് ഒരുപാട് വേദന, അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മായയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലർ വന്ന് പറയുമായിരുന്നു, അത് വന്നിട്ട് സ്ട്രോങ് ആയിട്ട് ഈ ലൈറ്റ് നമ്മുടെ വീട്ടിലടിക്കുന്നത് കാരണം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിലൊക്കെ വന്ന് ചിലരും പറയുന്നുണ്ടായിരുന്നു. ഈ ലൈറ്റ് കുറച്ച് ഡിം ചെയ്യാൻ പറ്റുമോ, കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ എന്ന കാര്യം വന്ന് പലരും പല സാഹചര്യത്തിലായിട്ട് മായയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറയുന്ന കേട്ടപ്പോഴത്തേക്കും മായയ്ക്ക് തോന്നി, ഓക്കെ ശരി, അപ്പോൾ ഇത് ചിലപ്പോൾ ശരിയായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും, എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് മായ ആ ലൈറ്റ് കുറച്ചൊന്ന് കുറച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി വളരെയധികം ശക്തമായിട്ട് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടിട്ട് ഈ ഉണ്ടായിരുന്ന ആ കുറച്ച് ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് മതി വരാതെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു വലിയ കപ്പൽ വന്ന് പാറയിൽ ചെന്ന് തട്ടുകയും അതുമാത്രമല്ല അവിടെ നിന്നിട്ട് ആക്സിഡൻ്റ് ആവും. അത് കാരണം കൊണ്ടിട്ട് തന്നെ ഒരുപാട് ജീവനൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. ചിലർക്കൊന്നും കംഫർട്ടബിൾ അല്ലല്ലോ, അവരൊന്ന് കംഫർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കീപ്പർ ലൈറ്റ് ഡിം ചെയ്തതിൻ്റെ റിസൾട്ട് എന്താ സംഭവിച്ചത്? പലരുടെയും ജീവൻ പോലും പോകുന്നതിന് അത് കാരണമായിട്ട് മാറി. ഇവിടെ നിങ്ങളുടെ വെളിച്ചം, അതായത് നിങ്ങളുടെ വോയിസ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താ പറയുന്നത്, ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന സത്യങ്ങൾ, ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കരുത്ത്. ഇതെല്ലാം ചിലപ്പോൾ ചിലരെയൊക്കെ അസ്വസ്ഥമാക്കുമായിരിക്കും. അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ടൂ മച്ച് ആയിട്ട് തോന്നുമായിരിക്കും. നിങ്ങളുടെ കാര്യമൊക്കെ കാണുമ്പോഴത്തേക്കും പലരും ചിലപ്പോൾ ഇൻറ്റിമിഡേറ്റ് ആവുമായിരിക്കും. നിങ്ങളുടെ സക്സസ് കാരണമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഭയങ്കര ആക്റ്റീവ് ആണെന്നോ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കര നല്ല ക്വാളിറ്റീസ് ഉള്ളതോ അതൊക്കെ കാണുമ്പോഴത്തേക്കും ചിലരെങ്കിലും അൺകംഫർട്ടബിൾ ആവുമായിരിക്കും. നിങ്ങൾ ഒരുപാട് വോക്കലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ കണ്ട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർ അൺകംഫർട്ടബിൾ ആവുമായിരിക്കും. അവർ ചിലപ്പോൾ ജെലസ് ആവുന്നുണ്ടാവാം. നിങ്ങൾ ബോൾഡായിട്ട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ ചേസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ചിലപ്പോൾ ക്വൈറ്റ് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവാം. അതൊരിക്കലും നിങ്ങൾ തെറ്റായ പാതയിലായതുകൊണ്ടായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ വെളിച്ചം അവരുടെ ഷാഡോയിനെ റിവീൽ ചെയ്യുന്നതുകൊണ്ടാവാം. ലൈറ്റ് ഹൗസിനെ പോലെ തന്നെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ആവുക എന്നതാണ്. ആ ലൈറ്റ് ഹൗസ് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡിം ആയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ഷൈൻ ആവുക. മറ്റുള്ളവർ കംഫർട്ടബിൾ ആണോ, കംഫർട്ടബിൾ അല്ലേ, അതൊന്നും ഓർത്ത് നിങ്ങൾ ബോധർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുക, നന്നായിട്ട് ഷൈൻ ആവുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഏറ്റവും ബെറ്റർ ആവുക. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സേയിങ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, ഡോണ്ട് ഡിം യുവർ ബ്രൈറ്റ്നസ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ഷൈനിങ് ഇൻ സമൺ എൽസ് ഐസ്. സോ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.